അഹങ്കാരം തകർക്കാൻ ചാണക്യന്റെ നിശബ്ദതന്ത്രം, സംഘർഷമില്ലാതെ, വാദപ്രതിവാദമില്ലാതെ. നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ അഹങ്കാരം കണ്ട് ഇവനൊരു പാഠം പഠിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയും എന്നാൽ ഉടൻ തന്നെ പറഞ്ഞാൽ വഴക്കാകും, മിണ്ടാതിരുന്നാൽ അവൻ കൂടുതൽ തലക്കയറും എന്നൊരു ഭയം മനസ്സിൽ വരികയും ചെയ്തിട്ടില്ലേ? ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചാണക്യൻ സ്വയം പറഞ്ഞിട്ടുള്ള ഒരു വഴിയാണ്. ഒരാളുടെ അഹങ്കാരം എങ്ങനെ തകർക്കാം? വഴക്കുണ്ടാക്കാതെ, ഒരു വാക്കുപോലും ഉരിയാടാതെ. ശ്രദ്ധിക്കുക, കേൾക്കാൻ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഇതിന്റെ യഥാർത്ഥ രഹസ്യം അതിലും ആഴത്തിലുള്ളതാണ്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം അഹങ്കാരിയായ വ്യക്തിയെ ഉള്ളിൽ നിന്ന് പിടിച്ചുകുലുക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. അഹങ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ശക്തിയല്ല, താരതമ്യം. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ ഒരു കാര്യം പറഞ്ഞു: അഹങ്കാരമുണ്ടാകുന്നത് ശക്തിയിൽ നിന്നല്ല, താരതമ്യത്തിൽ നിന്നാണ്. ഈ വരി കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, പക്ഷേ അതെത്രത്തോളം ലളിതമാണോ അത്രത്തോളം അപകടകരവുമാണ്. കാരണം ഒരു അഹങ്കാരിയായ വ്യക്തിയുടെ ശക്തി അവന്റെ കഴിവുകളല്ല, അവന്റെ ശക്തി അവൻ നടത്തുന്ന തെറ്റായ താരതമ്യമാണ്. അവൻ സ്വയം മറ്റൊരാൾക്ക് മുകളിൽ നിർത്തുന്നു. ചിലപ്പോൾ പണത്തിന്റെ അടിസ്ഥാനത്തിൽ, സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ, അറിവിന്റെ അടിസ്ഥാനത്തിൽ, ചിലപ്പോൾ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും. എന്നാൽ ഭയപ്പെടുത്തുന്ന കാര്യമിതാണ്: അഹങ്കാരം എത്ര വലുതാണോ അതിന്റെ യാഥാർത്ഥ്യം അത്രയും ദുർബലമായിരിക്കും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. അഹങ്കാരിയായ വ്യക്തി ഉള്ളുകൊണ്ട് വളരെ ഭീരുവാണ്. ആളുകൾ അവന്റെ ബലഹീനതകൾ അറിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ പുറമേ ശക്തനായി കാണപ്പെടുന്നത്. ഇവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വന്നേക്കാം: അവൻ ഇത്രയും ഭീരുവാണെങ്കിൽ എന്തിനാണ് ഇത്ര അഹങ്കാരം കാണിക്കുന്നത്? ഇതാണ് രഹസ്യം. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. യഥാർത്ഥത്തിൽ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് മറ്റൊരാളെ താഴ്ത്തിക്കെട്ടേണ്ട ആവശ്യമെന്താണ്? സ്വയം വിശ്വാസമുള്ള, തന്റെ ജോലിയിൽ ഉറപ്പുള്ള, ശാന്തനും സ്ഥിരതയുള്ളതുമായ ഒരാൾ മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ സമയം കണ്ടെത്തുമോ? അവൻ തന്റെ വഴിയിൽ മാത്രം ശ്രദ്ധിക്കുന്നു. എന്നാൽ അഹങ്കാരിയായ വ്യക്തിയുടെ മുഴുവൻ ഊർജ്ജവും സ്വയം വലുതായി തോന്നാൻ വേണ്ടി മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കുന്നതിലൂടെയാണ് ചെലവഴിക്കുന്നത്. അതായത് അവന്റെ അഹങ്കാരത്തിന്റെ യഥാർത്ഥ ഉറവിടം ഭയമാണ്, ശക്തിയല്ല. ഇവിടെ ഒരു ചെറിയ വൈകാരിക ഉത്തേജനം നൽകട്ടെ. ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച എത്ര പേരുണ്ടായിട്ടുണ്ട്? ചിലപ്പോൾ വാക്കുകളിലൂടെ, ചിലപ്പോൾ മൗനത്തിലൂടെ, ചിലപ്പോൾ കുത്തുവാക്കുകളിലൂടെ, ചിലപ്പോൾ നോട്ടങ്ങളിലൂടെ. നിങ്ങളും പലപ്പോഴും ഭയന്ന് പിൻവാങ്ങിയിട്ടുണ്ടാകാം. പക്ഷെ സത്യമിതാണ്, ഭയപ്പെടേണ്ടിയിരുന്നത് നിങ്ങളായിരുന്നില്ല. ഭയപ്പെട്ടത് അഹങ്കാരമുള്ള ആ വ്യക്തിയാണ്. കാരണം അവന്റെ യഥാർത്ഥ വില ആരെങ്കിലും അവനെ കാണിക്കുമോ എന്ന ഭയം അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. അഹങ്കാരം തകർക്കുന്ന ഒന്നാമത്തെ രഹസ്യം: താരതമ്യം മാറ്റുക. അഹങ്കാരിയെ തകർക്കുന്നതിലെ ആദ്യത്തെ രഹസ്യം എന്താണ്? മിക്ക ആളുകളും ചെയ്യുന്നതെന്താണ്? അഹങ്കാരത്തിന് മറുപടി അഹങ്കാരത്തിലൂടെ നൽകുന്നു. തെറ്റ്, വലിയ തെറ്റ്. കാരണം അഹങ്കാരി വാദപ്രതിവാദങ്ങളിൽ നിന്ന് പിന്മാറില്ല. അവൻ അതിലൂടെ കൂടുതൽ വിഷലിപ്തനാകും. ചാണക്യൻ പറയുന്നു: അഹങ്കാരത്തിനുള്ള മരുന്ന് മത്സരമല്ല, അതിന്റെ താരതമ്യം മാറ്റുകയാണ്. ഈ കാര്യമാണ് ഒരാളുടെ ഈഗോയെ നിമിഷങ്ങൾക്കുള്ളിൽ പിടിച്ചുകുലുക്കുന്നത്. ഈ താരതമ്യം എങ്ങനെയാണ് മാറുന്നത്? ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഇവിടെ നിന്നാണ് കളിയുടെ ദിശ മാറുന്നത്. അഹങ്കാരിയായ വ്യക്തിക്ക് തന്റെ മുന്നിൽ തന്നേക്കാൾ താഴെയാണെന്ന് സ്വയം കരുതുന്ന ഒരാളുണ്ടാകുമ്പോഴാണ് അഹങ്കാരിയായി തോന്നുന്നത്. എന്നാൽ അവന് തുല്യനോ അവനേക്കാൾ മികച്ചവനോ ആയ ഒരാൾ മുന്നിൽ വരുമ്പോൾ അവന്റെ മുഴുവൻ ഘടനയും വിറയ്ക്കാൻ തുടങ്ങും. ചെറുപ്പത്തിൽ സ്കൂളിൽ എപ്പോഴും 90 മുതൽ 95% വരെ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നെന്ന് സങ്കൽപ്പിക്കുക. അവൻ ക്ലാസ്സിൽ കയറുമ്പോൾ പറയും: ഞാൻ വീണ്ടും ടോപ്പായി, നിങ്ങളാരും ശ്രമിക്കുന്നില്ല. അവന്റെ വാക്കുകളിൽ ഒരുതരം ഉപരിപ്ലവമായ ആത്മവിശ്വാസമുണ്ടാകും. എന്നാൽ ഒരു വർഷം ക്ലാസ്സിലേക്ക് പുതിയൊരു കുട്ടി വരുന്നു. അവൻ 97% മാർക്ക് നേടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ആ പഴയ കുട്ടി പെട്ടെന്ന് നിശബ്ദനാകും. മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടി ജീവിച്ചവൻ സ്വന്തം ഉള്ളിലേക്ക് ഒതുങ്ങിപ്പോകാൻ തുടങ്ങും. എന്തുകൊണ്ട്? കാരണം അവന്റെ താരതമ്യം മാറിപ്പോയി. അഹങ്കാരം എവിടെ നിന്ന് ജനിച്ചോ അവിടെ വെച്ച് തന്നെ തകർന്നു. ഇതാണ് ശാസ്ത്രം, ഇതാണ് ചാണക്യന്റെ നയം. ഇപ്പോൾ ചിന്തിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പേരെക്കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്? എപ്പോഴും തന്റെ മേൽക്കോയ്മ കാണിക്കുന്ന ഒരു ബന്ധു, മീറ്റിംഗുകളിൽ മറ്റുള്ളവരെ താഴ്ത്തി സംസാരിക്കുന്ന ഒരു സഹപ്രവർത്തകൻ, എപ്പോഴും തന്റെ നേട്ടങ്ങൾ മാത്രം പാടി നടക്കുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ശബ്ദത്തിൽ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു മേലുദ്യോഗസ്ഥൻ. നിങ്ങൾക്ക് അവർക്ക് മറുപടി കൊടുക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. പറഞ്ഞാൽ വഴക്ക്, മിണ്ടാതിരുന്നാൽ നിരാശ. എന്നാൽ ചാണക്യന്റെ വഴി ഇതിൽ നിന്ന് രണ്ടും വ്യത്യസ്തമാണ്. നിങ്ങൾ വഴക്കിടേണ്ട, മിണ്ടാതിരുന്ന് വിഷമിക്കുകയും വേണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് ഒരേയൊരു കാര്യം: അവരുടെ താരതമ്യം മാറ്റിമറിക്കുക. ഈ സസ്പെൻസ് ഇതാണ്. ഈ താരതമ്യം എങ്ങനെയാണ് മാറുന്നത്? വാക്കുകൾ കൊണ്ടാണോ? തർക്കങ്ങൾ കൊണ്ടാണോ? നിങ്ങളുടെ സാന്നിധ്യം, നിങ്ങളുടെ പെരുമാറ്റം,
നിങ്ങളുടെ മൗനം എന്നിവ ഒരു വാക്കുപോലും പറയാതെ ഒരു അഹങ്കാരിയെ എങ്ങനെ ഉള്ളിൽ നിന്ന് തകർക്കുമെന്ന് ഞാൻ തുടർന്നു പറയാം. പക്ഷേ അവസാനം ഞാനൊരു പ്രധാന മുന്നറിയിപ്പ് നൽകാം. പലരും അഹങ്കാരികളെ കണ്ട് പെട്ടെന്ന് ഭയന്ന് സ്വന്തം കഴിവുകൾ മറന്നുപോകുന്നു. എന്നാൽ ഓർമ്മിക്കുക, അഹങ്കാരം എപ്പോഴും പൊള്ളയാണ്. ആളുകൾ അതിന്റെ ഉള്ളിലെ ശൂന്യത കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് അത് ഉച്ചത്തിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്കോ ഏത് അഹങ്കാരിയുടെയും താരതമ്യം മാറ്റിമറിക്കാൻ കഴിവുണ്ട്. ശരിയായ തന്ത്രം മാത്രം മതി. നിശബ്ദ പ്രഹരം, മൗനഘാതം, അഹങ്കാരിയുടെ ഏറ്റവും വലിയ പേടിസ്വപ്നം. ചാണക്യന്റെ കാലം മുതൽ ഇന്നുവരെ എല്ലാ അഹങ്കാരികളെയും ഉള്ളിൽ നിന്ന് തകർക്കാൻ ഏറ്റവും ശക്തമെന്ന് കരുതപ്പെടുന്ന ആയുധത്തെക്കുറിച്ച് ഇപ്പോൾ പറയാം. അതാണ് മൗനം. എന്നാൽ ശ്രദ്ധിക്കുക, ഇവിടെ മൗനം എന്നാൽ ഭയം കാരണമുണ്ടാകുന്ന നിശബ്ദതയല്ല. ഇത് ശക്തിയിൽ നിന്ന് വരുന്ന നിശബ്ദതയാണ്. ഇതൊരു തന്ത്രമാണ്, ഇതൊരു ആയുധമാണ്, ഇതൊരു മാനസിക സമ്മർദ്ദമാണ്. ചാണക്യൻ ഇതിനെ മൗനഘാതം എന്ന് വിളിച്ചിരുന്നു. അതായത് നിശബ്ദനായി നിന്നുകൊണ്ട് പ്രഹരമേൽപ്പിക്കുക. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊരു പ്രഹരമാണോ? മിണ്ടാതിരുന്നാൽ ആരെങ്കിലും ഇളകുമോ? ഇതാണ് ആളുകൾക്ക് മനസ്സിലാകാത്തത്. ഒരു അഹങ്കാരിയുടെ ഏറ്റവും വലിയ ആശ്രയം അവന്റെ ശബ്ദമാണ്. ഏറ്റവും വലിയ ഭയം ആരെങ്കിലും ശാന്തനായിരിക്കുന്നതാണ്. എന്തുകൊണ്ട്? കാരണം അഹങ്കാരിക്ക് 2 കാര്യങ്ങളിലാണ് വിശപ്പ്. 1 ശ്രദ്ധ, അറ്റൻഷൻ. 2 അംഗീകാരം, വാലിഡേഷൻ. അതായത് ചുറ്റുമുള്ള ആളുകൾ അവനെ ശ്രദ്ധിക്കണം, അവനെ അഭിനന്ദിക്കണം, അവൻ പറയുന്ന ഓരോ വാക്കിനോടും പ്രതികരിക്കണം, അവന്റെ മേൽക്കോയ്മ അംഗീകരിക്കണം. ഇപ്പോൾ ചിന്തിക്കുക, അവന്റെ ഈഗോ ഈ കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ നിശബ്ദമായി അവയിൽ നിന്ന് ഈ കാര്യങ്ങൾ പിടിച്ചെടുക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? അവന്റെ മുഴുവൻ അഹങ്കാരവും ഉള്ളിൽ നിന്ന് തകർന്നു തുടങ്ങും. മനുഷ്യന്റെ ഏറ്റവും വലിയ ബലഹീനത പ്രതികരണത്തിനുള്ള ആസക്തിയാണ് അഡിക്ഷൻ ടു റിയാക്ഷൻ. അഹങ്കാരിയായ വ്യക്തി മറ്റുള്ളവരുടെ പ്രതികരണങ്ങളോട് ഏറ്റവും കൂടുതൽ ആസക്തനാണ്. നിങ്ങൾ അവന് പ്രതികരണം നൽകുന്നത് നിർത്തുമ്പോൾ അവൻ അസ്വസ്ഥനാകുന്നു, പരിഭ്രമിക്കുന്നു, ചോദ്യങ്ങൾ ഉയരുന്നു. ഇവൻ എന്നെ അവഗണിക്കുന്നതെന്തുകൊണ്ടാണ്? ഇവനെന്താ എന്നിൽ മതിപ്പുളവാക്കാത്തത്? ഇവൻ എന്റെ വാക്കുകളോട് പ്രതികരിക്കാത്തത് എന്താണ്? ഈ അസ്വസ്ഥതയാണ് അവനെ ഉള്ളിൽ നിന്ന് തിന്നാൻ തുടങ്ങുന്നത്. ഇവിടെയാണ് ചാണക്യന്റെ മൗനഘാതം ആരംഭിക്കുന്നത്. ഒരാൾ സ്വന്തം പ്രശംസകൾ വാരി വിതറുന്നുവെന്ന് കരുതുക. ഞാനിത് ചെയ്തു, ഞാനത് ചെയ്തു, എന്നെപ്പോലെ മറ്റാരുമില്ല, ആളുകൾ എന്നിൽ നിന്ന് പഠിക്കുന്നു. മിക്ക ആളുകളും 2 തെറ്റുകളിലൊന്ന് ചെയ്യും. ഒന്നുകിൽ അവർ അസൂയപ്പെടും, അല്ലെങ്കിൽ അവനെ പിന്തുണയ്ക്കും. എന്നാൽ ചാണക്യൻ പറയുന്നു, എതിർക്കുകയും വേണ്ട, പിന്തുണയ്ക്കുകയും വേണ്ട. നിങ്ങൾ വെറുതെ ഒരു ശരി അല്ലെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് മുന്നോട്ടു പോകുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് അഹങ്കാരമുള്ള ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവന്റെ വാക്കുകൾ നിങ്ങൾ അവഗണിച്ചാൽ അവന്റെ മുഖം വിചിത്രമായി മാറുന്നത്. താൻ പ്രതീക്ഷിച്ചത്ര സ്വാധീനം തന്റെ വാക്കുകൾ ഉണ്ടാക്കിയില്ലെന്ന് അവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇവിടെയാണ് അഹങ്കാരം തകരാൻ തുടങ്ങുന്നത്. ഇനി ഒരാൾ തന്റെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ മുന്നിൽ സ്വയം പുകഴ്ത്തുമ്പോൾ ഓർക്കുക, നിങ്ങൾ അവന്റെ വാക്കുകൾ കേൾക്കുകയല്ല, അവന്റെ ബലഹീനത മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. മൗനഘാതം, സൈക്കോളജിക്കൽ ഇംപാക്റ്റ്. അംഗീകാരം ലഭിക്കാതെ വരുമ്പോൾ അഹങ്കാരിയായ വ്യക്തി തന്നെത്തന്നെ തെളിയിക്കാൻ ഇരട്ടി ശക്തി ഉപയോഗിക്കും. അവൻ കൂടുതൽ ഉറക്കെ സംസാരിക്കും, കൂടുതൽ വീമ്പിളക്കും, വലിയ കാര്യങ്ങൾ പറയും. ഇവിടെ നിന്നാണ് നിങ്ങൾ അവന്റെ ഊർജ്ജം അവനിലേക്ക് തന്നെ തിരിക്കുന്നത്. ഇതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. മീറ്റിംഗിൽ എപ്പോഴും സ്വന്തം നേട്ടങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു സഹപ്രവർത്തകനുണ്ടെന്ന് കരുതുക. സാധാരണക്കാരെപ്പോലെ നിങ്ങൾ അവന്റെ ഓരോ വാക്കിലും വൗ, ശരിക്കും, കൊള്ളാം എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾ ശാന്തനായിരിക്കുന്നു, സംക്ഷിപ്തമായ മറുപടി മാത്രം നൽകുന്നു, അനാവശ്യ പ്രതികരണം നൽകുന്നില്ല. പതുക്കെ അവൻ ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്റെ കഴിവുകളിൽ മതിപ്പുളവാക്കാത്തത്? ഞാനൊന്നുമല്ലെന്ന് ഇവന് തോന്നുന്നുണ്ടോ? അതോ ഇവൻ എന്നേക്കാൾ മികച്ചവനാണോ? അതുകൊണ്ടാണോ പ്രതികരിക്കാത്തത്? ഈ ഭയം, ഈ അസ്വസ്ഥത, ഈ ആന്തരിക അരക്ഷിതാവസ്ഥയാണ് അവന്റെ അഹങ്കാരത്തെ ഉള്ളിൽ നിന്ന് അഴുകാൻ തുടങ്ങുന്നത്. ഓർക്കുക, അഹങ്കാരം പുറമേ നിന്ന് വളരെ ശക്തമായി തോന്നുമെങ്കിലും ഉള്ളിൽ പഞ്ഞിപോലെ മൃദുവാണ്. നിങ്ങൾ അതിന് വേഗതയുള്ള കാറ്റ് നൽകുന്നതിനു പകരം അതിൽ നിന്ന് വായു വലിച്ചെടുക്കുന്നു. അപ്പോൾ അഹങ്കാരം തകർന്നു വീഴുന്നു. മൗനഘാതം ഇത്രയും ശക്തമാകുന്നത് എന്തുകൊണ്ടാണ്? അഹങ്കാരം വാക്കുകളാൽ തകരില്ല, അത് നിശബ്ദതയാൽ തകരും. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ അഹങ്കാരിയായ വ്യക്തിക്ക് തന്നിൽ തന്നെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. മറ്റുള്ളവരുടെ പ്രശംസകളാൽ നിറച്ചിരുന്ന ഒരു ശൂന്യത. ഇപ്പോൾ ആ ശൂന്യത അവനെ ഉള്ളിൽ നിന്ന് തിന്നാൻ തുടങ്ങുന്നു. അതിനാൽ അവൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കൂടുതൽ ആഗ്രഹിക്കാൻ തുടങ്ങും. ഈ നിമിഷമാണ് നിങ്ങൾ അവന്റെ താരതമ്യം മാറ്റിമറിക്കുന്നത്. നിങ്ങൾക്കവനെ നിയന്ത്രിക്കാൻ കഴിയും. ഒരു വാക്കുപോലും പറയാതെ അവന്റെ അഹങ്കാരത്തെ താഴ്ത്തിക്കൊണ്ടുവരാൻ കഴിയും. പ്രതിബിംബതന്ത്രം, റിഫ്ലക്ഷൻ ടെക്നിക്. സ്വന്തം മുഖം കാണിക്കുക. മൗനഘാതം മനസ്സിലായി. ഇനിയെന്ത്?
ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന സാങ്കേതികവിദ്യ അഹങ്കാരികൾക്ക് ഒരു കണ്ണാടി പോലെയാണ്. ചാണക്യൻ ഇതിന് പേരിട്ടത് പ്രതിബിംബം, റിഫ്ലക്ഷൻ എന്നാണ്. ഓർക്കുക, ലോകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ വാക്കുകളാൽ നൽകുന്നതല്ല, അത് ഒരാൾക്ക് അവന്റെ സ്വന്തം മുഖം കാണിച്ചുകൊടുക്കുന്നതാണ്. ലോകത്തിൽ നിന്ന് അവൻ മറച്ചുവെക്കുന്ന, തന്നിൽ നിന്നുപോലും അവൻ ഒളിച്ചുവെക്കുന്ന അവന്റെ മുഴുവൻ അഹങ്കാരവും നിലനിൽക്കുന്ന ആ മുഖം. ചാണക്യൻ പറയും, ഒരു അഹങ്കാരിയുടെ മുന്നിൽ അവന്റെ അതേ നീക്കം, അവന്റെ അതേ ഭാഷ, അവന്റെ അതേ മനോഭാവം ശാന്തമായി തിരിച്ചു കാണിക്കുക. അവൻ ഉള്ളിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ അവനെ അനുകരിക്കാൻ പറയുന്നില്ല. അവന്റെ പെരുമാറ്റത്തെ ശാന്തവും സംസ്കാരമുള്ളതും നിയന്ത്രിതവുമായ ഒരു പ്രതിഫലനമായി തിരിച്ചു കാണിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അഹങ്കാരിയുടെ പെരുമാറ്റം എപ്പോഴും രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒന്ന്, നിങ്ങളെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം. രണ്ട്, സ്വയം ഉയർത്തിക്കാട്ടാനുള്ള ശ്രമം. നിങ്ങൾ ആ ശ്രമത്തെ പ്രതിഫലിക്കുമ്പോൾ, അതായത് ദേഷ്യമില്ലാതെ, വാദമില്ലാതെ, വെറുതെ ഒരു ചെറിയ സംഭാഷണത്തിൽ അവന് അതേ അനുഭവം തിരികെ നൽകുമ്പോൾ അവന്റെ മുഴുവൻ മാനസിക സന്തുലിതാവസ്ഥയും തകരുന്നു. ഇതൊന്ന് പ്രായോഗികമായി നോക്കാം. ഒരാൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് പറയുന്നു, നിനക്കിതും അറിയില്ലേ? ഇത്രയും ലളിതമായ കാര്യം. സാധാരണ അവസ്ഥയിൽ എന്തു സംഭവിക്കും? ഒന്നുകിൽ ആൾ ദേഷ്യപ്പെട്ട് മറുപടി പറയും, നീ എന്നെ പറയാൻ ആരാണ്? അല്ലെങ്കിൽ നിശബ്ദമായി അപമാനം സഹിച്ച് തലതാഴ്ത്തും. എന്നാൽ ചാണക്യൻ പറയുന്നു, രണ്ടു വഴികളും തെറ്റാണ്. കാരണം ഒന്നാമത്തെ വഴി അഹങ്കാരത്തിന് ഇന്ധനം നൽകുന്നു, രണ്ടാമത്തെ വഴി നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നു. യഥാർത്ഥ വഴി പ്രതിബിംബതന്ത്രമാണ്. നിങ്ങൾ ശാന്തമായ സ്വരത്തിൽ പറയുക, ആകാം, എല്ലാവർക്കും മെച്ചപ്പെടാൻ സാധ്യതയുണ്ട്, എന്നിട്ട് നിശബ്ദനാവുക. ഈ മറുപടി എങ്ങനെയാണ് അഹങ്കാരം തകർക്കുന്നത്? ഇവിടെയാണ് കളി തുടങ്ങുന്നത്. ഈ മറുപടിയിലൂടെ നിങ്ങൾ ഒരേ സമയം 3 പ്രഹരങ്ങൾ നൽകുന്നു. ഒന്നാമത്തെ പ്രഹരം, നിങ്ങൾ അവന്റെ വാദത്തെ ചോദ്യം ചെയ്യുന്നില്ല, അതുകൊണ്ട് അവൻ ദേഷ്യപ്പെടുന്നില്ല. രണ്ടാമത്തെ പ്രഹരം, നിങ്ങൾ അവന്റെ ഈഗോയെ പിന്തുണയ്ക്കുന്നില്ല, അതുകൊണ്ട് അവന് ആവശ്യമുള്ള അംഗീകാരം ലഭിക്കുന്നില്ല. മൂന്നാമത്തെ പ്രഹരം, നിങ്ങൾ അവനെ ആക്രമിക്കാതെ തന്നെ അവന്റെ പരുഷതയെക്കുറിച്ച് അവന് പരോക്ഷമായി ബോധം നൽകുന്നു. ഇതാണ് പ്രതിബിംബം. മറ്റൊരുദാഹരണം, അവൻ പറയുന്നു, എന്നെപ്പോലെ മറ്റാരുമില്ല. ഇപ്പോൾ മിക്ക ആളുകളും ഭയന്ന് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് പറയും, അതെ, അങ്ങ് ദൈവമാണല്ലോ. എന്നാൽ ചാണക്യന്റെ നയം പറയുന്നു, അഹങ്കാരം തകർക്കാൻ അതിന്റെ തീയിൽ ഇന്ധനം നൽകരുത്, അതിനെ തനിച്ചാക്കുക. നിങ്ങൾ ഒരു നേരിയ ചിരിയോടെ പറയുക, നല്ലതാണ്, എല്ലാവർക്കും അവരുടേതായ പ്രത്യേകതകളുണ്ടല്ലോ, എന്നിട്ട് നിശബ്ദനാവുക. ഇവിടെ വ്യത്യാസമിതാണ്, നിങ്ങൾ അവനെ എതിർക്കുകയോ പുകഴ്ത്തുകയോ ചെയ്തില്ല, പകരം അവന്റെ പ്രസ്താവനയെ നിഷ്പക്ഷമാക്കി. ഇവിടെ നിന്നാണ് അഹങ്കാരം ഇളകാൻ തുടങ്ങുന്നത്. ഈ സാങ്കേതികവിദ്യയുടെ സൈക്കോളജിക്കൽ ഇംപാക്റ്റ് ഏറ്റവും അപകടകരമാണ്. ഇവിടെയാണ് അഹങ്കാരിയുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്. മനോവിജ്ഞാനം പറയുന്നു, അഹങ്കാരിയായ വ്യക്തി അവന്റെ പ്രതിച്ഛായ മറ്റുള്ളവരുടെ കണ്ണുകളിലൂടെയാണ് സൃഷ്ടിക്കുന്നത്. ഞാൻ സംസാരിച്ചാൽ ഇവർ അംഗീകരിക്കും, ഞാൻ ആത്മവിശ്വാസം കാണിച്ചാൽ ഇവർ ഭയപ്പെടും. അവൻ ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങൾ അവന്റെ വാക്കുകൾക്ക് നിഷ്പക്ഷമായ ഒരു പ്രതിബിംബമായി മാറുമ്പോൾ അവന്റെ മുഴുവൻ പ്രതിച്ഛായയും അവന്റെ മുന്നിൽ തകരാൻ തുടങ്ങുന്നു. അവൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവൻ എന്റെ വാക്കുകളിൽ സ്വാധീനിക്കാത്തത്? ഇവൻ എന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാത്തത് എന്തുകൊണ്ടാണ്? എന്റെ കുത്തുവാക്കുകളോട് ഇവൻ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവൻ ഇത്രയും ശാന്തനായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവന് ഭയമില്ലേ? ഈ ഭയം, ഈ ആശയക്കുഴപ്പം, ഈ ആന്തരിക അസ്വസ്ഥതയാണ് അവന്റെ അഹങ്കാരത്തെ ഉള്ളിൽ നിന്ന് തിന്നുതീർക്കുന്നത്. പ്രതിബിംബതന്ത്രത്തിന്റെ ഏറ്റവും വലിയ നേട്ടമിതാണ്. നിങ്ങൾ വഴക്കിടാതെ, ശബ്ദമുയർത്താതെ, ഒരു കടുപ്പമുള്ള വാക്കുപോലും പറയാതെ അവന്റെ അഹങ്കാരത്തെ അവന്റെ തന്നെ ശക്തി കൊണ്ട് തോൽപ്പിക്കുന്നു. ഇത് ഒരാളെ അവന്റെ തന്നെ ഭാരം കൊണ്ട് നിലംപരിശാക്കുന്നതുപോലെയാണ്. കൈയുയർത്താതെ, ഊർജ്ജം ചെലവഴിക്കാതെ, ശാന്തനായി നിന്നുകൊണ്ട് കളി മുഴുവൻ മാറ്റിമറിക്കുക. ഇതാണ് ചാണക്യന്റെ യഥാർത്ഥ കല. സാന്നിധ്യശക്തി, പ്രസൻസ് പവർ, അടങ്ങിയിരിക്കുന്ന തീ. ഇനി നമ്മൾ വരുന്നത് ചാണക്യനീതിയിലെ ഏറ്റവും അദൃശ്യവും എന്നാൽ ഏറ്റവും മാരകവുമായ തന്ത്രത്തിലേക്കാണ്. ഇതിന്റെ പേരാണ് സാന്നിധ്യശക്തി, പ്രസൻസ് പവർ. പലരും കരുതുന്നത് ശക്തിവാക്കുകളിലാണെന്നാണ്. എന്നാൽ ചാണക്യൻ പറയുന്നു, ഏറ്റവും അഗാധമായ ശക്തി ഒരാളുടെ സാന്നിധ്യത്തിലാണ്. സ്വയം സ്ഥിരതയുള്ള, തന്റെ ഊർജ്ജത്തെ നിയന്ത്രിക്കുന്ന, മനസ്സിനെ അടക്കി നിർത്തുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം അത്രത്തോളം സ്വാധീനമുള്ളതായി മാറുന്നു. ആ അഹങ്കാരിയായ വ്യക്തി താനേ ചെറുതായിപ്പോകും. ഒരു അഹങ്കാരി ഉച്ചത്തിൽ സംസാരിക്കുന്നവനാണ്. അവൻ ബഹളമുണ്ടാക്കി തന്റെ മേൽസ്ഥാനം കാണിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ശക്തനായ വ്യക്തി ശാന്തനാണ്. അവന്റെ ശക്തി ശബ്ദത്തിലല്ല, അവന്റെ സാന്നിധ്യത്തിലാണ്. നിങ്ങൾ ശാന്തനായി ശ്രദ്ധ കേന്ദ്രീകരിച്ച്, വൈകാരികമായി അകലം പാലിച്ച്, ഇമോഷണലി ഡിറ്റാച്ച്ഡ് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുമ്പോൾ അഹങ്കാരിയുടെ ലോകം മാറുന്നു. അവൻ ചിന്തിക്കും, ഇവൻ എന്റെ വാക്കുകളോട് പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്?
ഇവന്റെ ശ്രദ്ധ എന്നിൽ പതിയാത്തത് എന്തുകൊണ്ടാണ്? അവിടെ നിന്നാണ് അവന്റെ അസ്ഥിരത ആരംഭിക്കുന്നത്. സാന്നിധ്യത്തിന്റെ 3 തൂണുകൾ. ഈ സാന്നിധ്യം വെറുതെ ഉണ്ടാകുന്നതല്ല. ഇതിന് 3 അടിസ്ഥാനങ്ങളുണ്ട്. 1. ശാന്തമായ മനസ്സ്, കാം മൈൻഡ്. മനസ്സ് ശാന്തമാണെങ്കിൽ കാഴ്ച വ്യക്തമായിരിക്കും. അഹങ്കാരി എപ്പോഴും ബഹളത്തിൽ സ്വാധീനിക്കപ്പെടുന്നു. വലിയ ശബ്ദമുള്ളവൻ വലിയവനാണെന്ന് അവൻ കരുതുന്നു. എന്നാൽ നിങ്ങളുടെ സ്ഥിരത അവന്റെ ഏറ്റവും വലിയ ബലഹീനതയായി മാറും. ഇവൻ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവൻ ഒതുങ്ങിപ്പോയില്ലല്ലോ. ഇവൻ ഭയപ്പെടാത്തത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ മനസ്സിൽ ആരംഭിക്കുമ്പോൾ അവന്റെ അഹങ്കാരം തകരാൻ തുടങ്ങും. 2. ജോലിയിൽ ശ്രദ്ധ, ഫോക്കസ് ഓൺ വർക്ക്. തന്റെ ജോലിയിൽ വ്യാപൃതനായ വ്യക്തി മറ്റുള്ളവരുടെ വൃത്തികേടുകളിൽ വീഴില്ലെന്ന് ചാണക്യൻ പറയുന്നു. അഹങ്കാരി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്നാണ്. എന്നാൽ അവന്റെ ഈഗോ പ്രദർശനം അവഗണിച്ച് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കുമ്പോൾ അവനിൽ ഒരു അസ്വസ്ഥതയുണ്ടാകുന്നു. ഇവൻ എന്തുകൊണ്ടാണ് എന്നെ ശക്തനായി കാണാത്തത്? എന്റെ സാന്നിധ്യത്തിലും ഇവൻ എങ്ങനെ ജോലിയിൽ ശ്രദ്ധിക്കുന്നു? ഇവൻ എന്നെക്കാൾ വലുതാണോ? ഈ മാനസിക അസ്വസ്ഥത അഹങ്കാരത്തെ ഉള്ളിൽ നിന്ന് കരണ്ടു തിന്നുന്നു. 3. വൈകാരിക അകലം, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. ഇതാണ് ഏറ്റവും കഠിനമായതും എന്നാൽ ഏറ്റവും ശക്തമായതും. മിക്ക അഹങ്കാരികളും മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് ട്രിഗർ ചെയ്ത് സ്വയം മേൽക്കോയ്മ തെളിയിക്കുന്നു. നിങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്ന് വൈകാരികമായി അകലം പാലിക്കുമ്പോൾ അവരുടെ കളി അവിടെ അവസാനിക്കുന്നു. അഹങ്കാരിയായ വ്യക്തി കാണുന്നത് മുന്നിലുള്ള വ്യക്തി തന്നെ ഭയപ്പെടുന്നില്ല, തന്റെ വാക്കുകൾക്ക് വഴങ്ങുന്നില്ല, സ്വാധീനിക്കപ്പെടുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. അപ്പോൾ അവന്റെ ഈഗോയിൽ ഒരു വിള്ളലുണ്ടാകുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ താൽപ്പര്യമില്ല, മത്സരമില്ല, ഈഗോയുടെ കൂട്ടിയിടിയില്ല. അപ്പോൾ അവന്റെ ഉള്ളിലെ സംഭാഷണം ആരംഭിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവൻ എന്നെക്കൊണ്ട് ബുദ്ധിമുട്ടാത്തത്? എന്തുകൊണ്ടാണ് ഇവൻ പ്രതികരിക്കാത്തത്? പതുക്കെ അവന്റെ മേൽക്കോയ്മ വ്യാജമാണെന്ന് അവന് മനസ്സിലാകും. നിങ്ങളുടെ സാന്നിധ്യശക്തിയുടെ അർത്ഥം ഇതാണ്: നിങ്ങളുടെ ആന്തരിക സ്ഥിരതയെ ആർക്കും ഇളക്കാൻ കഴിയാത്തത്ര ശക്തമാക്കുക. നിങ്ങളുടെ സാന്നിധ്യം ആളുകൾക്ക് ഒരു വാക്കുപോലും പറയാതെ മനസ്സിലാക്കി കൊടുക്കണം. ഈ വ്യക്തിയുമായി കളിച്ചാൽ സ്വന്തം അന്തസ്സ് നഷ്ടമാകും. ഇവൻ പുറത്തുനിന്നല്ല, അകത്തുനിന്ന് ശക്തനാണ്. എന്റെ അഹങ്കാരം ഇവന്റെ മുന്നിൽ വിലപ്പോവില്ല. അന്തിമ പ്രഹരം, ഫലങ്ങളുടെ പ്രഹരം, സ്ട്രൈക്ക് ഓഫ് റിസൾട്ട്സ്. ഇനി നമ്മൾ ചാണക്യനീതിയുടെ ഏറ്റവും അവസാനത്തെ ആയുധത്തിലേക്ക് വരുന്നു. ഇതിനെ ചാണക്യൻ അന്തിമ പ്രഹരം എന്ന് വിളിച്ചു. ഈ പ്രഹരം വാളിന്റേതല്ല, യുക്തിയുടേതല്ല. ഇത് ഫലങ്ങളുടെ പ്രഹരമാണ്. ചാണക്യൻ പറയുന്നു, അഹങ്കാരിയുമായുള്ള മത്സരം പോരാട്ടത്തിലൂടെയല്ല, നേട്ടങ്ങളിലൂടെയാണ്. അഹങ്കാരിയുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരാളുടെ തുടർച്ചയായ പുരോഗതിയാണ്. അതെ, അഹങ്കാരം തർക്കങ്ങളാൽ തകരില്ല. അഹങ്കാരം തകരുന്നത് വസ്തുതകൾ കാണുമ്പോൾ, നേട്ടങ്ങൾ കാണുമ്പോൾ, ഫലങ്ങൾ കാണുമ്പോഴാണ്. നിങ്ങൾ ശാന്തമായി ബഹളമുണ്ടാക്കാതെ നിങ്ങളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ചെറിയ ചുവടുവയ്പും ആ അഹങ്കാരിയുടെ ഈഗോയിൽ ഒരു ചുറ്റിക പോലെ പതിക്കും. നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ ജോലിയിൽ തിരക്കിടുമ്പോൾ ചിലർ പെട്ടെന്ന് അസ്വസ്ഥരാകുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ അവരെക്കാൾ മുന്നോട്ടു പോകുകയാണെന്ന് അവർക്ക് തോന്നുന്നു. ഈ ആന്തരിക അസ്വസ്ഥതയാണ് അഹങ്കാരിയെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത്. നിങ്ങൾ അവനോടൊന്നും പറയുന്നില്ല, അവനെ താഴ്ത്തിക്കെട്ടുന്നില്ല, മറുപടി നൽകുന്നില്ല. നിങ്ങൾ മുന്നോട്ടു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ വളർച്ച അവന്റെ ഈഗോയെ തിന്നുതീർക്കുന്നു. ഇതൊരു സൈക്കോളജിക്കൽ യുദ്ധമാണ്. നിശബ്ദം, ശാന്തം, എന്നാൽ അത്യധികം ശക്തം. ഒരാൾ നിങ്ങളെ എപ്പോഴും കുറച്ചു കാണാൻ ശ്രമിക്കുന്നുവെന്ന് കരുതുക. ഇവനൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവൻ എപ്പോഴും ശരാശരിയായിരിക്കും എന്ന് അവൻ പറയുന്നു. പണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുമായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് തന്ത്രമറിയാം. ഇപ്പോൾ നിങ്ങൾ മറുപടി നൽകില്ല, നിങ്ങൾ തർക്കിക്കില്ല, നിങ്ങൾ ജോലി ചെയ്യുക മാത്രം ചെയ്യും. നിങ്ങൾ പഠിക്കും, മെച്ചപ്പെടുത്തും, അച്ചടക്കം പാലിക്കും, ചെറിയ ചുവടുകൾ മുന്നോട്ട് വയ്ക്കും. എന്നിട്ടൊരു ദിവസം നിങ്ങളുടെ പുരോഗതി അത്രയും വ്യക്തമാകും. ആ അഹങ്കാരിക്ക് നിങ്ങളുടെ നേരെ നോക്കാൻ പോലും ഭയമാകും. എന്തുകൊണ്ട്? കാരണം അവന്റെ ഈഗോയുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് മറ്റൊരാളുടെ വളർച്ച. ഫലങ്ങളുടെ പ്രഹരം എന്തിനാണ് ഇത്രയും ഫലപ്രദമാകുന്നത്? 1. താരതമ്യം തിരിഞ്ഞടിക്കുന്നു. അവന്റെ ഏറ്റവും വലിയ ശക്തി താരതമ്യമാണ്, ഏറ്റവും വലിയ ബലഹീനതയും താരതമ്യമാണ്. താരതമ്യം അവന്റെ ഇഷ്ടത്തിന് വരുമ്പോൾ അവൻ വീർക്കും. താരതമ്യം അവനെതിരെ തിരിയുമ്പോൾ അവൻ ചുരുങ്ങും. 2. പ്രവചനം തെറ്റാകുന്നു. അഹങ്കാരി മറ്റുള്ളവരെക്കുറിച്ച് വിധി പ്രസ്താവിക്കും. ഇവൻ എന്നെക്കാൾ താഴെയായിരിക്കും. എന്നാൽ നിങ്ങളുടെ പുരോഗതി അവന്റെ പ്രവചനാതീതയെ തകർക്കുന്നു. 3. വളർച്ച മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുന്നു. നിങ്ങളുടെ ഫലങ്ങൾ കാണിക്കുമ്പോൾ അവന്റെ മേൽക്കോയ്മയുടെ മിഥ്യാധാരണ തകരുന്നു. കാരണം സത്യം എപ്പോഴും മിഥ്യയേക്കാൾ വലുതാണ്. നിങ്ങൾ വഴക്കടിച്ചില്ല, ഇടപെട്ടില്ല, പഠിക്കുക മാത്രം ചെയ്തു. ഒരു ദിവസം നിങ്ങളുടെ പ്രകടനം ആ അഹങ്കാരിയേക്കാൾ മികച്ചതായി മാറി. അവന്റെ ഈഗോയ്ക്ക് എത്ര ആഴത്തിലുള്ള മുറിവേറ്റിരിക്കും. കാരണം ഇത് വാക്കുകളുടെ മുറിവായിരുന്നില്ല, ഇത് ഫലങ്ങളുടെ മുറിവായിരുന്നു.
ചാണക്യൻ പറയുന്നു, വിവാദത്തിലൂടെയല്ല, ഫലത്തിലൂടെയാണ് വിജയം. നിങ്ങൾ മുന്നോട്ടു പോകാൻ തുടങ്ങുമ്പോൾ പല അഹങ്കാരികളും നിങ്ങളെ തടയാൻ ശ്രമിക്കും. കളിയാക്കലുകളിലൂടെ, നിരുത്സാഹപ്പെടുത്തലുകളിലൂടെ. ഇവിടെയാണ് നിങ്ങളുടെ തന്ത്രം ഓർമ്മിക്കേണ്ടത്. ഒന്നും പറയരുത്, ഒന്നും തെളിയിക്കരുത്, ജോലി ചെയ്യുക മാത്രം ചെയ്യുക. നിങ്ങൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്തോറും അവർ ശക്തരാകും. നിങ്ങൾ വളരുന്തോറും അവർ ദുർബലരാകും. അന്തിമ സ്വാധീനം. നിങ്ങൾ മിണ്ടാതെ വളരുമ്പോൾ ആ അഹങ്കാരിയുടെ ഈഗോ മാത്രമല്ല തകരുന്നത്, അന്തരീക്ഷം മുഴുവൻ മാറുന്നു. ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സാന്നിധ്യം ശക്തമാകുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ചാണക്യന്റെ നയം ഇവിടെ പൂർണ്ണമാകുന്നു. ഒരാളുടെ അഹങ്കാരം വാക്കുകളാൽ തകരില്ല, നിങ്ങളുടെ വളർച്ചയാൽ തകരും. നിങ്ങളുടെ പുരോഗതിയാണ് നിങ്ങളുടെ ശബ്ദം. നിങ്ങളുടെ നേട്ടങ്ങളാണ് നിങ്ങളുടെ ആയുധം. നിങ്ങളുടെ സ്ഥിരതയാണ് നിങ്ങളുടെ കവചം. നിങ്ങളുടെ ശാന്തതയാണ് നിങ്ങളുടെ ശക്തി. ഈ രീതി എല്ലാ ബന്ധങ്ങളിലും പ്രവർത്തിക്കും. ബോസായാലും, സുഹൃത്തായാലും, ബന്ധുവായാലും, അയൽക്കാരനായാലും അഹങ്കാരി നിങ്ങളുടെ പുരോഗതിക്ക് മുന്നിൽ എപ്പോഴും തോൽക്കും. കാരണം എല്ലാവർക്കും വഴക്കിടാൻ കഴിയും. എന്നാൽ വഴക്കിടാതെ വിജയിക്കുക, ഇതാണ് ചാണക്യന്റെ കല. ഇപ്പോൾ ഈ കല നിങ്ങളുടെ കൈവശമുണ്ട്.